ഡോക്ടർ മോഹൻ വർഗീസ്, ഇസ്രായേൽ അമേരിക്ക ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാരം അടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. അതിലേക്ക് ക്ഷണം കിട്ടിയ നേതാക്കളിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമുണ്ട്. ഖമനി കൊല്ലപ്പെട്ടപ്പോൾ പല രാജ്യങ്ങളും അപലപിച്ചു. അന്ന് ഇന്ത്യയാകട്ടെ അപലപിക്കാൻ പോലും തയ്യാറായിരുന്നുമില്ല. ദിവസങ്ങൾ കഴിഞ്ഞ് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അത് അമേരിക്കയെയും ഇസ്രയേലിനെയും പിണക്കാതിരിക്കാനായിരുന്നല്ലോ. എന്നിട്ടും ഇപ്പോൾ ഈ ഖമനിയുടെ സംസ്കാരത്തിന് പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇറാൻ ക്ഷണിച്ചത് എന്തുകൊണ്ടാണ്? ഒപ്പം ഈ ഖമനിയുടെ കബറടക്കം നടക്കും അടുത്ത മാസം എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം സുരക്ഷിതമാകും? മുജ്തബ ഖമനിയെയും മറ്റ് പല ഉന്നത നേതാക്കളും ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോടിക്കണക്കിന് ജനങ്ങൾ അന്ന് തെരുവിൽ ഇറങ്ങുകയും ചെയ്യും. ഇറാനെ ആക്രമിക്കില്ല എന്ന് ഇസ്രയേൽ ഒരിടത്തും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ സംസ്കാര ചടങ്ങിനിടെ ഇസ്രയേൽ ഒരു ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് മൊത്തത്തിൽ ഈ രണ്ട് വിഷയങ്ങളിൽ താങ്കൾ നോക്കിക്കാണുന്നത്? ഒരു ഫ്യൂണറലിന് ലോകം കണ്ട ഏതാണ്ട് ഏറ്റവും വലിയ ജനക്കൂട്ടം 1 കോടിയോളം പേർ പങ്കെടുത്ത മുൻ അയത്തുള്ള റൂഹുള്ള ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങാണ്. അത് 36 വർഷം മുൻപ് നടന്ന സമയത്ത് 1989 സംഭവിക്കുന്നത്. അന്ന് 1 കോടി ആളുകളാണ്. ഇറാൻ ജനത 9 കോടിയാണ്. അതിൽ 1 കോടി ആളുകളാണ് അന്ന് പങ്കെടുത്തത്. അന്ന് ഇറാൻ ജനത 9 കോടി ഇല്ലെന്ന് ഓർക്കണം. അന്ന് 7.5 കോടി ഒക്കെയാണ് ജനസംഖ്യ. ഇന്ന് ഇറാൻ ജനത 9 കോടിയാണ്. അതിൽ 2 കോടിയാണ് പ്രതീക്ഷിക്കപ്പെടുന്ന ടേൺ ഔട്ട്. അതായത് 3 നഗരങ്ങളിലായി നടക്കുന്ന ശവസംസ്കാര ചടങ്ങുകൾ. അത് ടെഹ്റാനിലേക്ക് ജൂലൈ 5-ാം തീയതി ഈ ഭൗതിക ശരീരം എത്തിക്കുന്നു. ജൂലൈ 5, 6 ദിവസങ്ങളിൽ ടെഹ്റാനിൽ, ജൂലൈ 7-ാം തീയതി മറ്റൊരു നഗരത്തിൽ, അതായത് ഇറാന്റെ തലസ്ഥാനത്തിന് തൊട്ട് അടുത്തുള്ള മറ്റൊരു നഗരം ഖ്വാം. അതൊരു റിലിജിയസ് സെന്റർ കൂടിയാണ്. ഒരു വൈകാരികമായ ഈ ഷിയ വിഭാഗക്കാർക്ക് വൈകാരിക പ്രാധാന്യമുള്ള ഖ്വാമിൽ വെച്ച് നടക്കുന്നു അടുത്ത റൗണ്ട് ശുശ്രൂഷകൾ. അതിനുശേഷം 9-ാം തീയതി ജന്മസ്ഥലം അത് മഷാദിൽ വെച്ചാണ് ഇറാന്റെ വടക്ക് കിഴക്കൻ പ്രദേശത്തുള്ള ഒരു സ്ഥലമാണ് മഷാദ്. അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ ഈ അന്തിമ സംസ്കാര ചടങ്ങുകളും ഒരു ഷ്രൈൻ സ്ഥാപനമെല്ലാം നടക്കേണ്ടത്. അപ്പൊ ഇത് വിപുലമായ ഒരുക്കങ്ങളാണ്. അതിനുള്ള സാഹചര്യം മുൻപിൽ ഉണ്ടായിരുന്നില്ല. ആദ്യം മാർച്ച് മാസം അവസാനം ഉണ്ടാകുമെന്ന് ചിന്തിച്ചു. അല്ല എങ്കിൽ ജൂൺ അവസാനമെങ്കിലും ഉണ്ടായേക്കാം. ഇപ്പോൾ അമേരിക്കയുമായി ഒരു ധാരണയിലെത്തുന്നു എന്നതുകൊണ്ട് ഉടനടി ഒരു അമേരിക്കൻ ആക്രമണമോ ഇസ്രായേലി ആക്രമണമോ പ്രതീക്ഷിക്കുന്നില്ലാത്തത് കൊണ്ടും സമാധാന ചർച്ചകളുടെ ഒരു കാലമാണ് 2 മാസം, വെടിനിർത്തലിന്റെ കാലമാണ്. ആ ഒരു സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് അവിസ്മരണീയമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇതിനിടയിൽ പ്രസക്തമാകുന്ന ഒരു ചോദ്യം, ഈ സംസ്കാര ചടങ്ങിനുള്ളിൽ അതിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് അലമ്പിക് പോവാൻ ഒരു ആക്രമണം എവിടെ നിന്നെങ്കിലും വരുമോ? സൂചന ഇസ്രയേലിൽ നിന്നും അങ്ങനെ ഒരു ആക്രമണം വരുമോ എന്നതാണ്. ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ചിന്ത. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇറാനും അമേരിക്കയും തമ്മിൽ ഡീലിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? കാരണം ഇത് വളരെ രൂക്ഷമാണ്. കാരണം ഒരു ശവസംസ്കാര ചടങ്ങെന്നൊക്കെ പറയുമ്പോൾ വൈകാരികമായ ഒരു ജനതയുടെ വൈകാരികമായ അനുഭവമാണ്. അമേരിക്കയ്ക്ക് വിരോധമുള്ളത് ഇറാന്റെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷനോടാണ്. ഈ മരണപ്പെട്ട ആയത്തുള്ള അലി ഖമേനി ഈ അഡ്മിനിസ്ട്രേഷനിൽ ഇപ്പോൾ ഇല്ല. അദ്ദേഹം മുൻ നായകനാണ്, ഇപ്പോൾ അഡ്മിനിസ്ട്രേഷനില്ല. ജനങ്ങളുടെ ഹൃദയത്തിലെ വലിയൊരു സ്ഥാനമുള്ളയാളാണ്. മത പുരോഹിതനാണ്, അയത്തുള്ളയാണ്. ഷിയ വിഭാഗത്തിന് വലിയ പ്രാധാന്യം ആണ്. ഷിയ വിഭാഗക്കാരായ ആളുകൾ അയത്തുള്ളയെ വലിയ രീതിയിൽ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, രാജ്യത്തിന് സിമ്പലായി കാണുന്നു. അപ്പൊ പേർഷ്യൻ ജനത, ഇറാനിയൻ ജനത ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? ഒരു ജനതയോട് ആർക്കും യുദ്ധം ചെയ്യാനാവില്ല. ഇസ്രയേൽ ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ആശയക്കുഴപ്പം ഉണ്ടാകാനായി ഏതാനും മിസൈലുകൾ അയക്കാൻ ശ്രമിക്കുക എന്നതാണ് ചോദ്യത്തിലെ ഒരു ധ്വനി. ഉണ്ടാവില്ല എന്നാണ്. ഉണ്ടായാൽ ഒരുപക്ഷെ രൂക്ഷമായ പ്രതികരണം ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാം. ഇറാന്റെ ഭാഗത്തു നിന്നും ഈ ഡീൽ പൂർണ്ണമായി അട്ടിമറിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഇറാനെതിരെ ഉണ്ടായാൽ, ശവസംസ്കാര ചടങ്ങിനിടയിൽ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുകയും ആൾനാശവും വസ്തുനാശവും ഉണ്ടാവുകയും അലങ്കോലമാവുകയും ചെയ്താൽ
ഒരിക്കൽ പോലും ഇറാനിയൻ ജനതയ്ക്ക് പാശ്ചാത്യ ലോകത്തോടും ഇസ്രയേലോടും ക്ഷമിക്കാനാവില്ല. രൂക്ഷമായ യുദ്ധത്തിലേക്ക് വീണ്ടും പ്രവേശിക്കും. ഇത്രയും കാലം കെട്ടിപ്പടുത്ത സമാധാന പ്രക്രിയ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവും. അത് അമേരിക്ക ഒരു രീതിയിലും അനുവദിക്കില്ല. അമേരിക്കയുടെ ചാരക്കണ്ണുകൾ ഇസ്രയേലിനെ ആ ഒരു സാഹസത്തിൽ നിന്നും തടയാൻ വേണ്ടി എന്തു വിധേനയും അമേരിക്ക അവിടെ ശ്രമിക്കും എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. ഒരുപക്ഷെ പലരും വിമർശിക്കുന്ന ആളാണ്. ഇറാനിയൻ ജനതയുടെ തന്നെ ഒരു ചെറിയ പങ്ക് അദ്ദേഹത്തിന് എതിരായി നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു മത ഘടനകളുടെ തലപ്പത്തുള്ള ഒരാളാണ്. ഇറാന്റെ ആധ്യാത്മിക നേതാവ് കൂടിയാണ്. ഭൗതികമായ അവസാന വാക്കും ആയത്തുള്ള അലി ഖൊമേനി ആയിരുന്നു. അപ്പം ഫെബ്രുവരി 28 അമേരിക്ക ഇസ്രായേലി ആക്രമണത്തിൽ വധിക്കപ്പെടുന്നത് വരെ അദ്ദേഹമായിരുന്നു ബി ഓൾ ആൻഡ് എൻഡ് ഓൾ ഓഫ് ഇറാൻ. അപ്പൊ ആ വ്യവസ്ഥയെ തന്നെ IRGC നയിക്കുന്ന മതഘടനകൾക്ക് പ്രാമുഖ്യമുള്ള ആ വ്യവസ്ഥയുടെ തന്നെ ആണിക്കല്ല് 36 വർഷം വിത്ത് ആൻ അയൺ ഗ്രിപ്പ് ഇറാനെ നയിച്ചു. കുറെയൊക്കെ പുരോഗതിയിലേക്ക് നയിച്ചു, കുറെയൊക്കെ സ്റ്റെയിൽമേറ്റ് ഉണ്ടായി. കാരണം ഉപരോധങ്ങളുടെ മേൽ ഉപരോധം ഉണ്ടായിരുന്ന കാലഘട്ടമാണ് അയത്തുള്ള അലി ഖൊമേനിയുടെ കാലഘട്ടം എന്നുകൂടി ഓർക്കണം. അമേരിക്കൻ ഉപരോധം, യൂറോപ്യൻ ഉപരോധം എന്ന് വേണ്ട വലിയ കാര്യങ്ങൾ. അതായത് ഇറാനും ഇറാഖും തമ്മിൽ നടന്ന 10 വർഷത്തോളം 8-9 വർഷം നീണ്ടു നിന്ന 1980 മുതൽ 87 വരെ ഉണ്ടായിരുന്ന യുദ്ധകാലം, അത് നമ്മൾ ഓർക്കണം. ആ സമയത്ത് അയത്തുള്ള റൂഹുള്ള ഖൊമൈനി അദ്ദേഹത്തിന്റെ മുൻഗാമിയായിരുന്നു, ആധ്യാത്മിക നേതാവ്, പരമോന്നത നേതാവ്. അപ്പൊ ആ ഒരു കാലഘട്ടം കാലയവനേക്കുള്ളിൽ മറഞ്ഞു. പുതിയ കാലഘട്ടത്തിൽ ഇറാനെ വലിയ ഒരു വ്യത്യസ്തതയോടുകൂടി നയിച്ച ഒരു ആളെന്നുള്ള നിലയിൽ ലോക രാജ്യങ്ങൾ തീർച്ചയായും ഖൊമേനിയുമായി, അയത്തുള്ള അലി ഖൊമേനിയുമായി ബന്ധം പുലർത്തിയിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബന്ധം പുലർത്തിയിരുന്നു. ഒരു രാജ്യത്തോട് ബന്ധം പുലർത്തിയിരുന്നു. ആ കാലഘട്ടത്തിലാണ് ചബഹാർ പദ്ധതി, ഇന്ത്യയുടെ ചബഹാർ പദ്ധതി ഇറാനിൽ പ്രാവർത്തികമാകുന്നത്. വലിയ തോതിലുള്ള ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായി. ഇറാന്റെ പേർഷ്യൻ ഗൾഫ് റീജിയനിലെ, അതായത് ഗൾഫ് ഓഫ് ഒമാന്റെ കിഴക്കൻ പ്രദേശത്ത്, ഇറാന്റെ തെക്ക് കിഴക്കൻ പ്രദേശമായ ചബഹാറിൽ ഇന്ത്യൻ നിർമ്മിത തുറമുഖം ഉണ്ടാകുന്നതും ഇന്ത്യക്ക് ഒരു കോറിഡോർ സാധ്യമാവുന്നതും, അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാനുള്ള ഒരു കോറിഡോർ, ലാൻഡ് ബേസ് കോറിഡോർ, അത് മാത്രമല്ല മോസ്കോ വരെ പോകാൻ സാധിക്കുന്ന ഒരു കടൽ മാർഗം ചബഹാർ വരെ എത്തുക ഇന്ത്യൻ ചരക്കുകൾ. എന്നിട്ട് ഇറാന്റെ നെടുകെ വടക്കോട്ട് ഒരു നീളുന്ന പാത, അത് റെയിൽ നെറ്റ്വർക്ക് ആൻഡ് റോഡ് നെറ്റ്വർക്ക് എല്ലാം കഴിഞ്ഞ് വിവിധ രാജ്യങ്ങൾ താണ്ടി മോസ്കോ വരെ എത്താവുന്ന രീതിയിൽ 7200 കിലോമീറ്ററോളമുള്ള ഒരു നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് ആൻഡ് റെയിൽ റോഡ്, ഇത് ഇന്ത്യക്ക് ബെനിഫിഷ്യൽ ആയിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. ഇതൊക്കെ തന്നെ ഈ ഖൊമേനിയുടെ, പുതിയ ഖൊമേനിയുടെ, അതായത് അയത്തുള്ള അലി ഖൊമേനിയുടെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും ഖൊമേനി വധിക്കപ്പെട്ടപ്പോൾ ഒരു പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിച്ചത്. അദ്ദേഹത്തിന്റെ സ്വഭാവശുദ്ധി എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന്റെ ആഭ്യന്തരമായ നിലപാടുകൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഇന്ത്യയുമായി സഹകരിച്ചിട്ടുള്ള ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവാണ്. 1-2 തവണ കാശ്മീർ വിഷയത്തെക്കുറിച്ച് ഉൾപ്പെടെ ചില ഇന്ത്യക്ക് അത്ര സ്വീകാര്യമല്ലാത്ത കമന്റുകൾ ഖൊമേനിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. മറ്റു ചില സമയത്ത് ഇന്ത്യക്ക് അനുകൂലമായ കമന്റുകളും ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനുള്ള നിലപാടിൽ ഒരുപക്ഷെ ഇന്ത്യയോടൊപ്പം തന്നെയായിരുന്നു ഇറാൻ അക്കാലത്ത് ഖൊമേനി യുഗത്തിൽ എന്നുകൂടി ഓർക്കണം. അപ്പൊ സമ്മിശ്രമായ വികാരങ്ങളാണ് ഇന്ത്യക്ക് അയത്തുള്ള അലി ഖൊമേനി കാലഘട്ടത്തോട് ഉണ്ടാവുക. സ്വാഭാവികമായി കൊല്ലപ്പെട്ടപ്പോൾ അനുശോചനം അറിയിക്കാമായിരുന്നു ഉടനടി, പക്ഷേ അതുണ്ടായില്ല. അതിന് പിന്നിൽ ഇപ്പോൾ ഇസ്രയേലിൽ പോയി മടങ്ങി വന്നതിന് ശേഷം നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇസ്രയേൽ പോയി മടങ്ങി വന്ന് കേവലം 2 ദിവസത്തിനുള്ളിലാണ് ഈ ഫെബ്രുവരി 28 സംഭവിക്കുന്നത്, അമേരിക്കൻ ഇസ്രായേലി ആക്രമണം ഇറാനിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരുപാട് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കേണ്ട, അമേരിക്കയാണല്ലോ ആക്രമിച്ചത്, അമേരിക്കയെ പ്രകോപിപ്പിക്കേണ്ട. ഇന്ത്യ പരസ്യമായി പറഞ്ഞത് രണ്ടുമല്ല, മറിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. അത് ഇന്ത്യക്ക് പ്രതിഷേധമുണ്ട്. ഇന്ത്യയുടെ 1 കോടിയോളം ഇന്ത്യൻ പൗരന്മാർ വിവിധ GCC രാജ്യങ്ങൾ, സൗദി, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, UAE രാജ്യങ്ങളിൽ പ്രവാസത്തിലാണ്. അവരോടൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും തങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്ന UAE പോലെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയോട് വളരെ അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ്, അവയോടുള്ള ഐക്യദാർഢ്യം കൊണ്ടും ഉടനടി ഒരു പ്രതികരണം, അതായത് ഈ മരണം, ആയത്തുള്ള അലി ഖൊമേനിയുടെ തിരോധാനം, അതിൽ ഞെട്ടലോ ആശങ്കയോ ഒക്കെ രേഖപ്പെടുത്താൻ ഒരാഴ്ച സമയം എടുത്തതിന് ശേഷം ഇറാനിയൻ പ്രതിനിധിയെ NYE വിളിച്ചു വരുത്തി അനുശോചനം ഔപചാരികമായി അറിയിച്ചു. 8ാം ദിനമാണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഇത് കാണിക്കുന്നത് എന്താണ്?
പെട്ടെന്നൊരു പ്രതികരണം വേണ്ട. ഇറാൻ സൗഹൃദ രാജ്യമാണ്, സംശയമൊന്നുമില്ല. ഇറാനോട് ഇന്ത്യക്ക് വിരോധമൊന്നുമില്ല. ഇറാനുമായി സാംസ്കാരിക ബന്ധമുണ്ട്, 5000 വർഷത്തെയെങ്കിലും സാംസ്കാരിക ബന്ധമുണ്ട്. ഷിയ വംശജരായ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്. അത് ഇറാനിൽ നിന്നുൾപ്പെടെ കുടിയേറിയ ആളുകളുടെ ബാക്കി പത്രവുമാണ്. പേർഷ്യൻ ഭാഷ മുഗൾ സാമ്രാജ്യത്തിന്റെ കാലത്തെ ഔദ്യോഗിക ഭാഷകളിലൊന്നായിരുന്നു പേർഷ്യൻ ഭാഷ എന്ന് ഓർക്കണം. ആ പ്രദേശത്തുനിന്ന് വന്നവരാണ് മുഗളന്മാർ എന്നതും ഓർക്കണം. ഒരുപാട് സാംസ്കാരിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ചരിത്രപരമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇറാന് ഇന്ത്യക്ക് ആവശ്യമാണ്. സാൻഡ്വിച്ചിങ് പാകിസ്ഥാൻ ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ഇന്ത്യ, അതിന് ഇറാൻ തന്ത്രപ്രധാനമായ ഒരു പങ്കാളിയാണ്. അതേപോലെ തന്നെ സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഒരു കവാടം എന്ന നിലയിലും സോവിയറ്റ് യൂണിയനിലേക്കും ഇപ്പോഴത്തെ റഷ്യയിലേക്കും ഒക്കെയുള്ള കവാടം എന്ന നിലയിലും ആ ദക്ഷിണ ഭാഗത്തെ ഒരു ഓപ്പണിംഗ് ആണ് ഇറാന്റെ തുറമുഖങ്ങൾ. അതോടൊപ്പം തന്നെ ഒരു കാലത്ത് ഇന്ത്യ ഏതാണ്ട് 14.7% വരെ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യത്തിനുള്ള എണ്ണ ഇറാനിൽ നിന്നും വാങ്ങിയിരുന്നു. അത് ചരിത്രപരമാണ്. ഒരു കാലത്ത് സെക്കൻഡ് ലാർജസ്റ്റ് ഓയിൽ പർച്ചേസ് കെയിം ഫ്രോം ഇറാൻ, ഇന്ത്യയുടെ ചില സമയത്ത് 3-ാം സ്ഥാനം. പക്ഷെ പിന്നീട് ഉപരോധങ്ങളൊക്കെ വന്നപ്പോഴാണ് 2018 മുതൽ പിന്നീട് ഈ ട്രംപ് പിന്മാറിയല്ലോ, ഈ ഇറാനുമായിട്ടുള്ള ആണവ കരാറിൽ നിന്ന് പിന്മാറിയപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ച ഉപരോധങ്ങളുണ്ട്. അത് പിന്നീട് അവസാന ഘട്ടത്തിൽ പ്രഖ്യാപിച്ച നാവിക ഉപരോധം, അതെല്ലാം കാരണം ഇറാനിൽ നിന്നുള്ള എണ്ണ വരെ ഏതാണ്ട് പൂർണ്ണമായി നിലച്ച അവസ്ഥയാണ്. പക്ഷേ ഇനി ഇറാനിൽ നിന്നും വൻതോതിൽ എണ്ണ വാങ്ങാനുള്ള സാധ്യതയും ഭാരതം മുന്നിൽ കാണുന്നു. നമ്മുടെ ചർച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നൽകിയ ക്ഷണമാണ്. ഈ ശവസംസ്കാരം, ഞാൻ നേരത്തെ പറഞ്ഞ അയത്തുള്ള അലി ഖൊമേനിയുടെ ശവസംസ്കാര ചടങ്ങിൽ 5-ാം തീയതി ജൂലൈ 5 മുതൽ 9 വരെ നടക്കുന്ന ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ലോക നേതാക്കളെ ക്ഷണിച്ചു. എല്ലാ നേതാക്കളെയും ക്ഷണിച്ചില്ല, സെലക്റ്റീവായ ലോക നേതാക്കളെ ക്ഷണിച്ചതിൽ ആദരപൂർവ്വം ക്ഷണിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ. മോദി ക്ഷണം സ്വീകരിച്ചതായി റിപ്പോർട്ടില്ല, പോവില്ല എന്ന് പറയുന്നതുമില്ല. ഇനി നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാനല്ലേ കഴിയൂ. ഇതുവരെ സംഭവിച്ച കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രൊജക്ട് ചെയ്യാനല്ലേ കഴിയൂ. അതുകൊണ്ട് ഒരു ക്ഷണം സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? മരിച്ചുപോയ ഒരാളാണ്, അദ്ദേഹം ജീവനോടെ ഇല്ല. എത്ര എതിരാളിയാണെങ്കിലും ശത്രുവാണെങ്കിലും ക്രൂരനാണെങ്കിലും വിശുദ്ധനാണെങ്കിലും ശരി, മരിച്ചു കഴിഞ്ഞ ഒരാളോടുള്ള ആദര സൂചകമായി അത്രയും വരെ ഒന്ന് പോവുക, ശവസംസ്കാര ചടങ്ങിൽ പങ്കാളിയാവുക, ഭാഗമാക്കാകുക, അത് സംസ്കാരത്തിന്റെ ഒരു അടയാളമല്ലേ എന്നതാണ് ആദ്യം എൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം. അതൊരു സാധാരണക്കാരന്റെ മനസ്സിൽ വരുന്ന ചോദ്യം തന്നെയാണ്, അതിൽ അപാകതയൊന്നുമില്ല. പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം എന്തുകൊണ്ട് ഈ വധത്തെ, ഖൊമേനി വധത്തെ അപലപിക്കാൻ 8 ദിവസം എടുത്തു? അതൊരു സിഗ്നലാണ്. ഡോണ്ട് പ്രൊവോക്ക് എ പോർക്യുപൈൻ. ആരെയും പ്രകോപിപ്പിക്കേണ്ട, അമേരിക്കയോ ഗൾഫ് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കേണ്ട. അവരാരും ഒരുപക്ഷെ ഈ സംസ്കാര ചടങ്ങിൽ വരുമോ എന്ന് ഉറപ്പില്ല, ക്ഷണമുണ്ടാകാനുള്ള സാധ്യതയുമില്ല. ഗൾഫ് രാജ്യങ്ങളുടെ എമീർമാരോ രാജാക്കന്മാരോ അല്ലെങ്കിൽ ഷെയ്ഖുമാരോ വലിയ തോതിൽ ഇറാനിൽ പറന്നിറങ്ങി ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമെന്ന സൂചന ഇപ്പോഴില്ല. അവസാനം ഇനി മനംമാറ്റം ഉണ്ടാകുമോ എന്ന് അറിയില്ല. പക്ഷെ ഇന്ത്യ ഉൾപ്പെടെ ചൈനീസ് നേതാക്കൾ വരും. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ഉറപ്പായി അവിടെ ഉണ്ടാവും. ചൈനീസ് നേതാക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റഷ്യ ഉറപ്പായി പ്രതിനിധികളെ അയക്കും. ഒരുപക്ഷെ വ്ളാഡിമിർ പുടിന് വരാനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ റഷ്യൻ നേതൃത്വം ഉണ്ടാകും. ഇന്ത്യ ഇപ്പോൾ ചിന്തിക്കുന്നത്, അനൗപചാരികമായി കേൾക്കുന്നത് വിശ്വസിക്കാമെങ്കിൽ, ഒരുപക്ഷെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ സന്ദർശിക്കില്ല. പ്രധാനമന്ത്രിക്കാണ് ക്ഷണം ലഭിച്ചതെങ്കിലും ഇന്ത്യക്ക് ലഭിച്ച ക്ഷണം ഇന്ത്യയുടെ ഡിഫാക്ടോ അധികാരി അല്ലെങ്കിൽ റിയൽ എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ലഭിച്ചത്. ഒരുപക്ഷെ വൈസ് പ്രസിഡന്റ്, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, CP രാധാകൃഷ്ണനെ ഒരുപക്ഷെ അയക്കാൻ സാധ്യതയുള്ളതായി വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ സന്ദേശങ്ങൾ വരുന്നു. സന്ദേശങ്ങൾ എന്നതല്ല, അനൗപചാരികമായ ചില സംസ്ഥാനങ്ങൾ ഉണ്ടാവുന്നു. ഒരുപക്ഷെ സംഭവിക്കാം വിദേശകാര്യ മന്ത്രി ഒരുപക്ഷെ പോയേക്കാം, പ്രധാനമന്ത്രി പോകുന്നതും വിദേശകാര്യമന്ത്രി പോകുന്നതും, ജയശങ്കർ പോയേക്കാം, യാതൊരു സംശയവുമില്ല, അതിനൊക്കെ സാധ്യതയുണ്ട്. തീർച്ചയായും ഇന്ത്യ പ്രതിനിധീകരിക്കപ്പെടും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും ഉണ്ടാവുമെന്ന് തന്നെയാണ്. പക്ഷേ അത് പ്രധാനമന്ത്രി തന്നെ ആണെങ്കിൽ അതൊരു സന്ദേശമാണ്. ഇറാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇറാൻ പക്ഷമെന്നർത്ഥമില്ല, ഐക്യദാർഢ്യം. അത്തരത്തിലുള്ള ഇതെല്ലാം സൂചനകളാണ്. ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ആര് പങ്കെടുത്തു, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആര് പങ്കെടുക്കുന്നു, ശവസംസ്കാര ചടങ്ങിൽ ആര് പങ്കെടുക്കുന്നു, കോറോണേഷൻ അല്ലെങ്കിൽ അധികാര ആരോഹണ സമയത്ത് രാജാക്കന്മാരാണെങ്കിൽ കോറോണേഷൻ സെറമണിയിൽ, ബ്രിട്ടീഷ് രാജാവിൻ്റെയൊക്കെ കോറോണേഷൻ സെറമണിയിൽ, ചാൾസ് രാജാവിൻ്റെ
അല്ലെങ്കിൽ എലിസബത്ത് രാജ്ഞിയുടെ ഒക്കെ കൊറോണേഷൻ കിരീടധാരണ സമയത്ത് ഏതെല്ലാം രാജ്യത്തിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്നത് ഡിപ്ലോമാറ്റിക്കലി നയതന്ത്രപരമായി വലിയ സന്ദേശമാണ് നൽകുന്നത്. ഇവിടെ വേണമെങ്കിൽ ഇറാനോടുള്ള ചെറിയ ഒരു 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 ന്യൂട്രാലിറ്റി കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പോകുന്നില്ല, എന്നാൽ മറ്റൊരാളെ താനിത് അയക്കുന്നു എന്ന തീരുമാനത്തിൽ എത്തിച്ചേരാം. ഇത് ട്രേഡിന്റെ വിഷയമാണ്, ഭാവി ബന്ധങ്ങളുടെ വിഷയമാണ്, ജിയോ പൊളിറ്റിക്സിന്റെ വിഷയമാണ്, അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ വിഷയമാണ്. ഇനി ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സിലെ അംഗമാണ് ഇറാൻ എന്ന് ഓർക്കണം. ഇറാൻ തീരെ ചെറിയ മീനല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജിയോ പൊളിറ്റിക്കലി, ജിയോ സ്ട്രാറ്റജിക്കലി, ഇക്കണോമിക്കലി വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ്. ഇപ്പോൾ ട്രേഡ് വളരെ കുറവാണ്. ഏതാണ് $2 ബില്യൺ ട്രേഡ് മാത്രമേ ഉള്ളൂ. 14-15 ബില്യൺ ഉഭയകക്ഷി ട്രേഡ് ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട്. അതും വലിയ എമൗണ്ട് ആണെന്ന് പറയാനില്ല. ഇറാനിൽ ഭാവിയിൽ എണ്ണ ഇന്ത്യക്ക് ലഭിക്കേണ്ടതാണ്. റുപ്പി റിയാൽ ടേംസിൽ ഉള്ള ട്രേഡ് വരെ ഇറാനുമായിട്ടുണ്ടായിരുന്നു. ഇനിയും അത് നടന്നേക്കാം, സാധ്യതകളാണ്. അത് മാത്രമല്ല, നാളുകളിൽ അമേരിക്കയുമായി ഇരിപ്പുവശം മാറിക്കഴിഞ്ഞാൽ റഷ്യ, ചൈന, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, അതോടൊപ്പം ഇറാനും ഉണ്ട് എന്ന് ഓർക്കണം. ബ്രിക്സ് ആണ് അമേരിക്കയുടെ ഒരു അമേരിക്ക നയിക്കുന്ന ഡോളർ അധിഷ്ഠിതമായ ഒരു ക്രമം, ഒരു സാമ്പത്തിക ക്രമം. അതിനെതിരെ ഒരു ഘടന കെട്ടിപ്പടുക്കണമെങ്കിൽ ഇറാൻ ഉൾപ്പെടെ ഇന്ത്യ പക്ഷത്ത് നിൽക്കേണ്ടതുണ്ട്. പാകിസ്ഥാൻ നിൽക്കില്ല എന്നറിയാമല്ലോ. എക്കാലത്തും അമേരിക്കൻ പക്ഷത്തെ നിൽക്കൂ, എക്കാലത്തും അങ്ങനെ നിന്നിട്ടുള്ളൂ. ഇപ്പോഴാണെങ്കിൽ വർദ്ധിത വീര്യത്തോടുകൂടി അമേരിക്കൻ പക്ഷത്ത് നിൽക്കും. അമേരിക്ക പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഈ ധാരണയിൽ അമേരിക്കയുടെ ആവശ്യം. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഡീൽ ഉണ്ടാകേണ്ടത് ഇറാന്റെ ആവശ്യമായിരുന്നില്ല, ഇറാന്റെ കൂടി ആവശ്യമാണ്, പക്ഷെ ഇറാന്റെ മാത്രം ആവശ്യമായിരുന്നില്ല. പക്ഷെ അമേരിക്കയ്ക്ക് അത്യാവശ്യമായിരുന്നു. സോ ദേ യൂസ്ഡ് പാകിസ്ഥാൻ മിലിറ്ററി പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ടു മേക്ക് ദ ഡീൽ എ റിയാലിറ്റി. അതാണ് സത്യം. അതുകൊണ്ട് ഈ ഷഹബാസ് ഷെറീഫിനെ ഉപയോഗിച്ചു, അതുപോലെ അസിം മുനീർ എന്ന പാകിസ്ഥാൻ മിലിറ്ററി ജനറലിനെ ഉപയോഗിച്ചു. അവരെ ഉപയോഗിച്ചുകൊണ്ട് ഡീലിലേക്ക് നീങ്ങി. അമേരിക്കയ്ക്ക് ഇറാനോട് പറയാൻ ഉള്ളതെല്ലാം തന്നെ കൃത്യമായി അവർ പറഞ്ഞു. ഇറാന് പറയാനുള്ളത് കൃത്യമായി അമേരിക്ക കേൾക്കാൻ സാധിച്ചത് ഒമാൻ വിചാരിച്ചത് കൊണ്ടോ, ഖത്തർ വിചാരിച്ചുകൊണ്ടോ മാത്രമല്ല, പാകിസ്ഥാൻ വിചാരിച്ചത് കൊണ്ടുമാണ്. അവിടെ ഇന്ത്യക്ക് ഒരു ഡിപ്ലോമാറ്റിക് ലിവറേജ് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇന്ത്യക്ക് വേണമെങ്കിൽ മധ്യസ്ഥത വഹിക്കാമായിരുന്നു. ഇറാനോടും അമേരിക്കയോടും ഗൾഫ് രാജ്യങ്ങളോടും ഇസ്രയേലിനോടും ഒക്കെ തുല്യ ബന്ധമുള്ള രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് മാത്രമായിരുന്നു അതിനുള്ള അവകാശം എന്ന് അനേകർ വിശ്വസിക്കുന്നു. പക്ഷേ പാകിസ്ഥാനാണ് നിയോഗമുണ്ടായത്. അത് അമേരിക്കൻ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ഇറാനോട് സംസാരിച്ചു. പക്ഷെ ഇറാനോടും പാകിസ്ഥാൻ ഇപ്പോൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നു. അതുകൊണ്ട് ഇനി ചബഹാറിന്റെ ഭാവി എന്ത്? ഇന്ത്യ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ശവസംസ്കാര സംസ്കാരത്തിൽ പങ്കെടുക്കുന്നതും ചബഹാറും തമ്മിൽ നേരിട്ട് ബന്ധിപ്പിക്കാമെന്ന് ചോദിച്ചാൽ ഇൻഡയറക്ട്ലി ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ഭാവിയിൽ ഇറാൻ ഇന്ത്യ സമാധാനം വന്നു കഴിഞ്ഞാൽ ഇറാൻ ഇന്ത്യ എങ്ങനെ കാണും? ഇപ്പൊ ചബഹാറിൽ ഇന്ത്യ ഫിസിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് നൽകിയിരിക്കുന്നത്. വലിയ കോടിക്കണക്കിന് ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത് പോർട്ട് വികസിപ്പിച്ചെടുത്തു. അതിന് പൂർണ്ണ തോതിൽ ഇന്ത്യക്ക് അനുകൂലമാകുന്ന രീതിയിൽ കച്ചവടം നടക്കണമെങ്കിൽ ഇറാൻ കൂടി കനിയണം. ഇപ്പോൾ ആ പോർട്ടിനെ ഈ ഉപരോധത്തിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി, കഴിഞ്ഞ ഓഗസ്റ്റ് മാസം, സെപ്റ്റംബർ മാസം 2025 മുതൽ ചബഹാറിനും ഉപരോധം ബാധകമായി. അതുകൊണ്ട് ഇന്ത്യക്ക് കാര്യമായി അവിടെ അടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 8-9 മാസമായി. ഇനി ഇന്ത്യക്ക് വർദ്ധിത വീര്യത്തോടുകൂടി ചബഹാറിലേക്ക് പ്രവേശിക്കാമോ അറിയില്ല. അത് ഇറാൻ സമ്മതിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ചബഹാർ ചൈനീസ് സ്വാധീന മേഖല ആവുമോ ഇന്ത്യയുടെ വലിയ കൺസേൺ ആണ്. അപ്പം അതിന് തൊട്ട് കിഴക്കുള്ള പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറുള്ള പ്രദേശമാണല്ലോ ഗദർ തുറമുഖം. ഗദർ തുറമുഖത്തിന് ബദലായിയാണ് ഇറാനിൽ ഇന്ത്യ തുറമുഖം പണിതത്. അതിനുവേണ്ടി ചെലവഴിച്ച തുക ഗോവിന്ദ ആയി മാറിയോ സംശയമാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ബജറ്റിൽ, യൂണിയൻ ബജറ്റിൽ ഒരു നയ പൈസ ചബഹാറിനായി ഇന്ത്യൻ ധനകാര്യമന്ത്രി മാറ്റിവെച്ചിട്ടുമില്ല എന്നോർക്കുമ്പോൾ ഇന്ത്യക്ക് ഒരുപക്ഷെ നഷ്ടങ്ങളുടെ കണക്കുകളാവുമോ പറയാനുള്ളത്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി നയതന്ത്രപരമായ നല്ല ഊഷ്മളമായ ബന്ധം ഇറാനുമായി തുടരണം. ഇസ്രയേലുമായി നല്ല ബന്ധം തുടരുന്നതിനോടൊപ്പം തന്നെ ഇറാനുമായും ഊഷ്മളമായ ബന്ധം, സാമ്പത്തിക ബന്ധം, എണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടണമല്ലോ. ജിയോഗ്രാഫിക് പ്രോക്സിമിറ്റി അല്ലേ ഇറാനിൽ നിന്ന് എണ്ണ എത്തിക്കുന്നതല്ലേ? അമേരിക്കയിൽ നിന്നും അങ്ങ് അകലെ മറുഭാഗത്ത്, ഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് കിടക്കുന്ന അമേരിക്കയിൽ നിന്നും എണ്ണ എത്തിക്കുന്നതിനേക്കാൾ എത്രയോ ആദായകരമാണ് ഇറാനിൽ നിന്നും എത്തിക്കുന്നത്. അതും ഡോളർ മുടക്കാതെ റുപ്പി കൊടുത്തുകൊണ്ട് നമ്മുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്നത് മെച്ചമല്ലേ? ഒരുപാട് ചിന്തകളാണ് ഇന്ത്യയുടെ മനസ്സിൽ കൂടെ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം.
ജൂലൈ മാസം 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ നടക്കുന്ന വിപുലമായ സംസ്കാര ചടങ്ങുകളിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഏത് രൂപത്തിലാകാം, അത് ഭാവി ഇൻഡോ ഇറാനിയൻ ബന്ധങ്ങളെ ഏത് രീതിയിൽ സ്വാധീനിക്കാം എന്നൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. നമസ്കാരം.